കൈ പൊള്ളും. ചീസ് ബ്രെഡാണ്. ഫുള്ളും സാലഡ്സ് പോലത്തെ സാധനങ്ങളാണ് കേട്ടോ. നമ്മുടെ ഫേമസ് ആയിട്ടുള്ള സെൻറ്റ് സെബാസ്റ്റ്യൻ ചീസ് കേക്ക് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഞാൻ. നമ്മൾ ഗലാട്ട കുലേസി. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇസ്താംബുളിലെ ഫസ്റ്റ് ഡേ ആണിത് കേട്ടോ. ഫസ്റ്റ് ഡേ അല്ല, ഫസ്റ്റ് നൈറ്റാണിത്. അപ്പോൾ ഞങ്ങളിവിടെ വന്നു ഹോട്ടലിൽ ചെക്കിനൊക്കെ ചെയ്തു. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ അതൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ക്രൂസ് ട്രിപ്പിന് പോവാണ്. ഒരു ഡിന്നർ ക്രൂസ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് നമ്മൾ പോവാണ്. ഇവിടെ വൺ ഓഫ് ദി ഫേമസ് തിങ്സ് ടു ഡൂയിലൊന്നാണ് ബോസ്ഫറസ് ക്രൂസ് ട്രിപ്പ്, ഡിന്നർ ക്രൂസ് ട്രിപ്പ്. അപ്പോൾ ഫുഡൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അങ്ങനെ നമ്മൾ പിന്നെ അതുപോലെ തന്നെ ടർക്കിഷ് ഷോകളൊക്കെ കാണും. അതിന് വേണ്ടി നമ്മൾ പോവുകയാണ്. ഞങ്ങളപ്പോൾ സ്റ്റേ ചെയ്യുന്നത് ഓൾഡ് ടൗണിലാണ്. ഓൾഡ് ടൗണിലെ ദ റമദ ഹോട്ടലിലാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഇങ്ങനെ കുറേ ഇങ്ങനെ ഹോട്ടൽസ് ഉണ്ട് കേട്ടോ. റമദ ഹോട്ടലുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഗ്രാൻഡ് ഹോട്ടലുണ്ട്, പിന്നെ ഹോളിഡേ ഇന്നുണ്ട്. എല്ലാം വലിയ റേറ്റിലൊന്നുമല്ല, നല്ല അഫോർഡബിൾ റേറ്റിൽ എന്നാൽ അത്യാവശ്യം നല്ല സൗകര്യമൊക്കെ ആയിട്ടൊരു ഹോട്ടലാണ് നമ്മളിവിടെ. ഇവിടെ എല്ലാ ഈ സ്ക്വയറിൽ ഫുള്ളും ഇങ്ങനെ ഒരു കുറേ ഹോട്ടൽസാണ്. അപ്പം നമ്മളിപ്പം എന്താ പറയുക, നമ്മളിനിയിപ്പം ടക്സിം സ്ക്വയറിലേക്ക് പോയിട്ട് അവിടെ നമ്മൾ ഇനി നമ്മുടെ എന്താ പറയുക ക്രൂസിൻ്റെ അടുക്കലേക്കുള്ള പോവാണ് നമ്മൾ. അപ്പോൾ ഇന്ന് ഞാൻ ആ കാര്യങ്ങളൊക്കെ ആയിരിക്കും വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആൻഡ് എൻജോയ് ദിസ് വ്ളോഗ്. എൻ്റെ മുഖത്ത് കണ്ടോ സൺബേൺ വല്ലതും ആണോ? ഇതുപോലെ കുറേ മോസ്കുകളും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ എവിടെ നോക്കിയാലും മോസ്കുകളാണ് ഇവിടെ ടർക്കിയിൽ. അത് ശരിയാണ്, ഇതൊരു മുസ്ലിം രാജ്യമാണല്ലോ, അപ്പം ഇവിടെ ഫുള്ളും മോസ്കുകളായിരിക്കും. പിന്നെ ഇവിടെ വേറൊരു വൈബാണ്. നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള സിറ്റികളിൽ പോലത്തെ വൈബല്ല ഇവിടെ. വേറൊരു വൈബാണ് ഇവിടെ. പിന്നെ ഭയങ്കര തിരക്കാണ്, പിന്നെ ഭയങ്കര ചൂടാണ്. അന്നേരം നമ്മൾ വിചാരിക്കുന്നത് രാവിലെയും വൈകിട്ടും മാത്രം എന്തെങ്കിലുമൊക്കെ കാണാനൊക്കെ ഇറങ്ങാം. കാരണം ഈ ഉച്ചയ്ക്ക് ഉള്ള സമയത്തൊക്കെ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കരിഞ്ഞു പോവും. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇങ്ങനെ മെട്രോ ഒക്കെ ഉള്ളത് കൊണ്ട് ട്രാവൽ ഭയങ്കര ഈസി ആയിരിക്കും കേട്ടോ. പെട്ടെന്ന് എത്തുകയും ചെയ്യും. ഒരുപാട് വെയിൽ കൊണ്ട് അല്ലെങ്കിൽ നടക്കുകയും വേണ്ട. ഞാൻ ആ ട്രാവൽ കാർഡ് കാണിച്ചില്ല, അത് ഭയങ്കര യൂസ്ഫുള്ളാണ്. ഒരു കാർഡിൽ തന്നെ 2 പേർക്ക് യൂസ് ചെയ്യാനും പറ്റും. അപ്പം അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ട്രാവൽ ഭയങ്കര ഈസി ആയിട്ട് തോന്നുന്നുണ്ട് അല്ലേടാ? നമ്മൾ ഗലാട്ട കുലേസി, ഗലാട്ട ടവറിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടേക്ക് ഒന്ന് കുറച്ച് നേരം കറങ്ങിയിട്ട് നമുക്ക് 7 മണിക്കാണ് അവിടെ. 7 മണി തൊട്ട് 8 മണി വരെയാണ് നമുക്ക് അതിന് എൻട്രി ചെയ്യാനുള്ള ടൈം. അപ്പോൾ നമുക്ക് ടൈമുണ്ട്. 6 മണി കഴിഞ്ഞതേ ഉള്ളൂ. നമ്മളിപ്പം ഗലാട്ട ടവറിൻ്റെ അവിടേക്ക് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ ഗലാട്ട ടവറിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ടിരുന്നിട്ട് നമ്മളൊരു കോഫിയൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. കോഫി കുടിക്കാനല്ല, നമ്മുടെ ഫേമസ് ആയിട്ടുള്ള സെൻറ്റ് സെബാസ്റ്റ്യൻ ചീസ് കേക്ക് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഞാൻ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഒത്തിരി ഭയങ്കര റിവ്യൂ ഒക്കെ ഉള്ളൊരു ചീസ് കേക്കാണത്. ആൻഡ് ഞാനത് ട്രൈ ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഇനി നമ്മുടെ ക്രൂസിൻ്റെ അവിടേക്ക് പോകണം. വേഗം തന്നെ നമുക്ക് പോകാനുള്ള സമയമൊക്കെ ആവുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. വിശാഖാണെങ്കിൽ ഒരു കോഫി ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ കഴിച്ചിട്ട് ഞങ്ങൾ ഇനി അങ്ങോട്ടേക്ക് പോകണം. അപ്പോൾ ഞാൻ കേക്കൊക്കെ വന്നിട്ട് ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ വഴി കാണിച്ചു തരാം. എമിനനോ പെയർ, കബാട്ടാസ് പെയർ, ഒർട്ടാക്കോയ് പെയർ, ബെസിക്ടാസ് പെയർ, ഇവിടെയൊക്കെയാണ് ഈ ഒരു ക്രൂസിൻ്റെ ഡിപ്പാർച്ചർ വന്നിട്ട്. ഞങ്ങൾ കബാട്ടാസ് പെയർ ആയിരുന്നു ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. സോ നമ്മളിത് ബോസ്ഫറസ് ടൂറിന് വേണ്ടിയിട്ട് നമ്മൾ ഷിപ്പിൽ വന്നിരിക്കുകയാണ്. അടിപൊളി സെറ്റപ്പാണ് കേട്ടോ.
നമുക്ക് പക്ഷേ വിൻഡോ സീറ്റ് കിട്ടിയില്ല, കാരണം അത് VIP റിസർവേഷനാണ്. അപ്പം വിൻഡോ സീറ്റ് വേണ്ടവർ VIP റിസർവേഷൻ എടുക്കുക. ഇതിന് കുറച്ചുകൂടെ റേറ്റ് കൂടുതലാണ്. നമ്മൾ വന്നിട്ട് നടുക്കാണ് ഇരിക്കുന്നത്, പക്ഷെ കുഴപ്പമില്ല, നമുക്ക് കാണാനൊക്കെ പറ്റും സംഭവങ്ങളൊക്കെ. അപ്പം ഞാൻ ഈ ഷിപ്പിൻ്റെ ഒരു ഓവറോൾ ഇതൊക്കെ കാണിച്ചു തരാം. ഇങ്ങനെയാണ് നമ്മുടെ സീറ്റിങ്സ് ഒക്കെ വന്നിട്ട്. ഇത്രയും വലിയൊരു ഷിപ്പാണ്, ക്രൂസാണ്. അപ്പം VIP സീറ്റിൻ്റെ സീറ്റിങ്സ് ഞാൻ കാണിച്ചു തരാം. നമുക്ക് നമ്മുടെ ആപ്പിറ്റൈസേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്. ഇത് ഫുള്ളും സാലഡ്സ് പോലത്തെ സാധനങ്ങളാണ് കേട്ടോ. ഇത് ക്യുനയുടെ ഒരു സാധനമാണ്, ഇത് ഇവരുടെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. എനിക്ക് പേര് ഓർക്കുന്നില്ല, പുള്ളിക്കാരനെ ഞാൻ ചോദിച്ചായിരുന്നു. പിന്നെ ഇത് ചീസിൻ്റെ ഒരു ഐറ്റമാണ്. ഇത് രണ്ടും പൊട്ടറ്റോയുടെ ഐറ്റമാണ്. ഇത് പിന്നെ ഞാൻ ടേസ്റ്റ് ചെയ്തില്ല. സോറി, ഇത് മുളകിൻ്റെ ഒരു ടേസ്റ്റാണ്. പക്ഷെ ഇതെല്ലാം വീഗനാണ്, ആപ്പിറ്റൈസേഴ്സ് എല്ലാം വീഗനാണ്. ആൻഡ് വി ഗോട്ട് എ സാലഡ് ആൻഡ് ആപ്പിൾ ജ്യൂസ്. അൺലിമിറ്റഡ് സോഫ്റ്റ് ഡ്രിങ്ക്സ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ആൽക്കഹോൾ വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ പൈസ കൊടുക്കണം. ഞങ്ങൾ അൺലിമിറ്റഡ് സോഫ്റ്റ് ഡ്രിങ്ക്സ് ആണ് ആ ഓപ്ഷനാണ് ഞങ്ങൾ ചൂസ് ചെയ്തത്. അപ്പോൾ ഇതാണ് നമ്മൾ ഇതെല്ലാം കഴിക്കാൻ പോവാണ്. ഇത് കഴിയുമ്പോൾ നമ്മുടെ മെയിൻ കോഴ്സ് വരും. മെയിൻ കോഴ്സിൽ പക്ഷേ വീഗൻ ഓപ്ഷൻ പാസ്ത മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ കഴിക്കട്ടെ. എന്നിട്ട് നമുക്ക് ഇനി അടുത്ത ഷോ ഉണ്ട്, ഷോ ആയിട്ട് നമുക്ക് കാണണം. സോ ഇത് വന്നിട്ട് ഇവരുടെ ഒരു ചീസ് ബ്രെഡാണ് കേട്ടോ. കൈപൊള്ളും ചീസ് ബ്രെഡാണ്. ചീസ് ഇതിനകത്ത് വെച്ചിട്ട് ബ്രെഡ് ഇങ്ങനെ റോൾ ചെയ്തിട്ട് എടുത്തിട്ട് ഒരു സംഭവമാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാനിത് മറ്റേ നമ്മുടെ ഹോട്ടലിലുണ്ടായിരുന്നു, ഹോട്ടലല്ല, നമ്മൾ ഡിന്നർ കഴിക്കാൻ പോയപ്പം, അല്ല ഇവിടെ നിന്നായിരുന്നു ഇത് കഴിച്ചാൽ നമ്മുടെ കേവ് ഹോട്ടലിലെ ബ്രേക്ക്ഫാസ്റ്റിൽ ഒരു സംഭവം ഇതായിരുന്നു, ചീസ് റോളായിരുന്നു ഫസ്റ്റ് ഡേയിൽ. അപ്പോൾ നമ്മളത് കഴിച്ചിട്ടുണ്ടായിരുന്നു. അന്നേരം നല്ല ടേസ്റ്റാണ് ഇത് കേട്ടോ. ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ മെയിൻ കോഴ്സ് വരാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഞങ്ങൾ മുകളിലേക്ക് വന്നതാണ്, മുകളിലത്തെ ഡെക്കിലേക്ക് വന്നതാണ്. ഭയങ്കര അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഒരു മസ്റ്റ് ഡു ആക്ടിവിറ്റിയാണ് ഇൻ ഇസ്താംബുൾ. ആൻഡ് ഭയങ്കര ചീപ്പാണ്. നമുക്ക് 2 പേർക്കും കൂടെ എത്ര 40 യൂറോസേ ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ഫുഡ് കിട്ടും. ഫെറിയിലുള്ള ഒരു ജേർണി ഉണ്ട്, അൺലിമിറ്റഡ് ഫുഡാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ടർക്കി ഷോ എല്ലാം കാണാൻ പറ്റും. വേർലിംഗ് ഡിബി ഷോ ഉണ്ട്, പിന്നെ അതുപോലെ ബെല്ലി ഡാൻസ് ഉണ്ട്. അങ്ങനെ കുറേ ഏൻഷ്യൻ്റ് ആയിട്ടുള്ള ടർക്കി ഷോകളൊക്കെ ഉണ്ട്. നമ്മൾ വേർലിംഗ് ഡിബി ഷോ അല്ലാതെ കാണണമെന്നുണ്ടെങ്കിൽ തന്നെ ഏതാണ്ട് 18 യൂറോസൊക്കെ ആവും. അതുകൊണ്ട് അവിടെ ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരത്തില്ല. അപ്പം ഇതൊരു നല്ല ഓപ്ഷനാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാൻ പറ്റും, പല കൈൻഡ് ഷോകളൊക്കെ കാണാനായിട്ട് പറ്റും. ദിസ് ഈസ് അമേസിങ്. ഭയങ്കര നമ്മുടെ തൊട്ട് ബാക്കിൽ തയ്യൊരു മോസ്ക് ഉണ്ട്. ഭയങ്കര സൂപ്പറാണ്, നല്ല വ്യൂ ആണ് കേട്ടോ. ടർക്കിയുടെ ഫ്ലാഗൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാവർക്കും ഒരു പ്ലസ് 2 ആണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ച് താഴത്തേക്ക് പോകണം. നമ്മുടെ മെയിൻ കോഴ്സ് ആവുന്നതിന് മുമ്പ്.
ബഡ്ജറ്റിലാണ് അത് ചെയ്യുന്നത്. വലിയ റേറ്റും ആവത്തില്ല. നമുക്കതിന് ഇഷ്ടംമാതിരി ഫുഡ് കഴിച്ച് വയറ് നിറഞ്ഞു. ഭയങ്കര നാച്ചുറലായിട്ടുള്ള ഹോം മെയ്ഡ് ഫീൽ തരുന്ന ഫുഡാണ് നമുക്ക് കിട്ടുന്നത്. ആൻഡ് ലാസ്റ്റിൽ കുറച്ച് ഫ്രൂട്ട്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തരും. ആദ്യം കുറച്ച് സാലഡ്സും ഒക്കെ ആയിരുന്നു. പിന്നെ മെയിൻ ഡിഷ് വന്നിട്ട് ഞങ്ങൾ പാസ്തയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിലും കുറേ വെജിറ്റബിൾസും ഒക്കെ ഇട്ട് ഭയങ്കര നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് തന്നെയാണ്. ഫുഡും ഒരു രക്ഷയില്ല, നല്ല ഫുഡായിരുന്നു. ലാസ്റ്റിൽ നമുക്ക് ബക്ലാവയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു സ്വീറ്റായിട്ട്, അതിൻ്റെ കൂടെ കുറച്ച് ഫ്രൂട്ട്സും. അപ്പോൾ എന്തുകൊണ്ടും അടിപൊളിയാണ്. അതുപോലെ തന്നെ എല്ലാ ഷോകളും അവർ ഇവിടുത്തെ ഫ്ലെമിംഗോസ്, പിന്നെന്താ വെർലിൻ ഡേവിസ് ഷോ, പിന്നെന്തായിരുന്നു ബെല്ലി ഡാൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ ഷോസ്, ഇവിടുത്തെ ടർക്കിഷ് ഏൻഷ്യൻറ്റ് ഷോസൊക്കെ അവരവിടെ കാണിക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ നമുക്ക് അല്ലാതെ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ പൈസ കൊടുത്ത് പോകേണ്ടി വരും. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാനും പറ്റി. ആൻഡ് ആ ഒരു ക്രൂസിൻ്റെ ആ ഒരു ട്രിപ്പ് ഡിന്നർ തന്നെ ചൂസ് ചെയ്യുക. കാരണം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഒരു പാലസൊക്കെ ഉണ്ട്, പാലസും ബ്ലൂ മോസ്കും ഒക്കെ ഇങ്ങനെ ഈ ഒരു രാത്രി സമയത്ത് ലൈറ്റിൽ കാണാൻ തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ലാസ്റ്റിലൊരു DJ പാർട്ടി ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ അപ്പോഴത്തേക്കും മുകളിൽ പോയിരുന്നു കുറച്ച് സംസാരിക്കാമെന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ മുകളിലോട്ട് പോയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ആ ഒരു DJ സംഭവം മിസ്സായിട്ടുണ്ടായിരുന്നു. പക്ഷെ ബാക്കിയെല്ലാം കിടലിനായിരുന്നു. അവിടെ ഇരുന്ന് നമുക്ക് ഫ്രണ്ടിൽ തന്നെ സീറ്റ്, നമ്മുടെ അവിടുത്തെ ഒരു വെയിറ്റർ വന്നിട്ട് നമുക്ക് ഫ്രണ്ടിൽ തന്നെ സീറ്റും അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ആക്ച്വലി അത് VIP സീറ്റാണ്. പക്ഷെ നമുക്ക് പൈസ ഒന്നും കൊടുക്കേണ്ടി വന്നില്ല. നമ്മളെ ഫ്രണ്ടിൽ കൊണ്ട് ഇരുത്തിയിട്ടുണ്ടായിരുന്നു. എൻ്റെ വീഡിയോ എടുക്കുന്ന കഷ്ടപ്പാട് കണ്ടുകൊണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഈ ഒരു നമ്മുടെ ഫസ്റ്റ് ഇസ്താംബുളിലെ നൈറ്റ്. ഇങ്ങനെയായിരുന്നു. രാത്രി ഇവിടെ ഒരു 12 മണിയായിട്ടുണ്ട് കേട്ടോ. ഒരു 3-4 മണിക്കൂറത്തെ സംഭവമാണിത്. കിടലനാണ്. അപ്പോൾ എല്ലാവരും ഇസ്താംബുളിൽ വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ആൻഡ് ഇപ്പം ഞാൻ തൽക്കാലം സൈൻ ഓഫ് ചെയ്യാണ്. ഇനി നാളെ നമുക്ക് അടുത്ത വീഡിയോസായിട്ട് കാണാം. അപ്പോൾ അതുവരേക്കും ടിൽ ദെൻ ബൈ.